പരിപാടികൾ നായകന്മാർ അണിനിരക്കുന്ന ദേശസ്നേഹികൾ പങ്കാളികളാകുന്ന പണി പൂർത്തിയാകാതെ ഇലക്ഷനെ കാണിക്കാൻ വേണ്ടി അത് ജനങ്ങൾ തിരിച്ചു. അതാണ് ഈ പഞ്ചായത്ത് റിസൾട്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്നേഹം പറയണം. പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മുൻകാലത്തിന് വേണ്ടി ആളുകളായി അനുവദിക്കണമെന്ന് അറിയിക്കുന്നു. ഏറ്റവും കൃത്യമായി ഓരോ സ്റ്റേറ്റിൽ ടീമുകൾ ഏറ്റവും അഭിതനായ ശ്രീനി ഈ ഫ്ലാഗ് ഓഫ് കമ്മം ഉപയോഗിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസൻ സാറ്, പ്രിയപ്പെട്ട അനൻസറുണ്ട്, പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ പുതുപ്പള്ളിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബുണ്ട്, ശ്രീ ഗിരീഷ് പോത്തൻ അവർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ മാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലക്കോടി, മണർകാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റസീദ്, അതുപോലെ തന്നെ പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിജു കെ ഐസക്, പ്രിയപ്പെട്ട അകൽക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനില, ജില്ലാ പഞ്ചായത്തിന്റെ അംഗം ശ്രീമതി ശ്രീ മാത്യു, സി കരിമന്നൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, പ്രിയപ്പെട്ട ശല്യത്തലീനവർ, പ്രിയപ്പെട്ട ബിനു പാതീനവർ, മറ്റ് പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സതീശ്, ഫെലിസിറ്റേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ദീപ് പറപ്പാട്ട്, പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട മാരത്തണിന്റെ കൺവീനർ ശ്രീ ജെയ്സൺ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഷാന, പ്രിയപ്പെട്ട റജിയം ഫിലിപ്പോസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഇന്നൊരു അഭിമാന നിമിഷമാണ്. ഇന്ന് പുതുപ്പള്ളി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പുതുപ്പള്ളി മാരത്തൺ നടക്കുകയാണ്. നീണ്ട ഒരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. സമയം വൈകുന്നതോറും ട്രാഫിക് കൂടും. അത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം. ഇവിടെ ഈ മാരത്തൺ തീർച്ചയായിട്ടും വലിയൊരു സന്ദേശം കൊടുക്കുക. അത് ലഹരിക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. ലഹരി എന്നുള്ളത് ജീവിതത്തിനോട് മാത്രം, അതായിരിക്കട്ടെ നമ്മുടെ മോട്ടം. ഇത് ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന് ഇതിനെ അനുഗ്രഹിച്ച അയോധ്യ തിരുവൻസ് പരമാസിരിമേനി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം തന്നെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നു. ഒത്തിരിയേറെ തിരക്കുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. വന്നതിനുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിശ്വാസ് സാറ് ഇതേപോലെ തന്നെ ഒത്തിരി ഹെക്ടിക്കായിട്ട് ഇന്നലെ അങ്ങോട്ട് വന്നേ ഉള്ളൂ കേരളത്തിലൂടെ. അദ്ദേഹവും തന്റെ സമയം നമ്മളോടുള്ള താല്പര്യം കാരണം, ഉൾപ്പെടെയുള്ള താല്പര്യം, ഉമ്മൻചാണ്ടിയോട് താല്പര്യം കാരണം അദ്ദേഹം വന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇന്ന് 2 സ്റ്റാർസ് ഉണ്ട്. നമ്മുടെ നാടിന്റെ അഭിമാന താരങ്ങൾ ശ്രീ ഗിരീഷ് പോത്തനും ശ്രീ അലൻസും നല്ലൊരു കൈയോടുകൂടി ഇവരെ സ്വീകരിക്കാം. അത് ഇന്നൊരു ഇതേപോലെ തന്നെ വളരെ തിരക്ക് പിടിച്ച അവരുടെ ജീവിതത്തിൽ നിന്നാണ് വന്ന് നമ്മളോടൊപ്പം സമയം കണ്ടെത്തിയിരിക്കുന്നത്. അത് പുതുപ്പള്ളിയോടും ഈ നാടിനോടും ഇവിടുത്തെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എന്റെ അമ്മയും വന്നിട്ടുണ്ട്. പ്രത്യേകം സ്വാഗതം. എല്ലാവർക്കും ഇതിന്റെ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുവാൻ ആരെങ്കിലും വിട്ടുകൊടുക്കുന്നു. വിവിധ സ്കൂളിലെ കുട്ടികൾ, പുതുപ്പള്ളിയിലെ വിവിധ സ്കൂളിൽ നിന്ന കുട്ടികൾ ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. അതിനോട് തന്നെ ചേർന്നാണ് വിവിധ സംഘടനകൾ, അത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെല്ലാം ഇതിൽ വന്ന് പങ്കെടുക്കുകയാണ്. പ്രത്യേകമായ നന്ദി അവസരത്തിൽ അവരോടും അറിയിച്ചുകൊണ്ട് ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിർന്നില്ല. മുഖ്യ സന്ദേശം നൽകുന്നതിനായി ഇന്ത്യ പ്രവാസി പുതുപ്പള്ളിയിൽ നടത്തുകയാണ്. അതിന്റെ ഉദ്ഘാടനമാണ് നാടിന്റെ അഭിമാനമായ ചാണ്ടിയോട് തന്നെ ശ്രീമതി മറിയാം മുഹമ്മദ്, ഋഷിജ സിംഗ് സാർ,
സിനിമാ നടന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കിതൊരു അഭിമാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആത്മനിർഭരതയുടെ സമയമാണ്. എന്നും ഭാരമാണ് മക്കളെവിടെ, യൗവനക്കാരെവിടെ, മകൻ വന്ന് കഥകൾ മുട്ടിയാൽ തുറക്കാൻ പേടിക്കുന്ന അമ്മമാരുണ്ട് എന്നുള്ള ഒരു ലോകത്തിൽ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ഇത് അഭിമാനകരമായ ഒരു അനുഭവത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മയുമാണ്. നമുക്ക് പോരാടാം, നമുക്ക് ലഹരിയോട് പോരാടാം. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. ശ്രീ ചാണ്ടി ഉമ്മനും എല്ലാവിധ ആശംസകളും. ഈ മാരത്തോൺ 2026 പുതുപ്പള്ളി ഫെസ്റ്റിന് എല്ലാ ആശംസകളും നേരുന്നു. പരിപാടികൾ അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രിയപ്പെട്ട അനൻസ്, ഞാൻ വളരെ അനുഗ്രഹീതനായ ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് വേഷം തന്ന ദിലീഷ് പോത്തനാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അത് കണ്ട് എന്നെ അനുമോദിച്ച് ഒരു പത്രത്തിലെഴുതിയ ഒരു പോലീസ് ഓഫീസറാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. എന്തൊരു ബ്ലെസ്സിംഗ് ആണ് ഈ ഒരു സ്ഥലത്ത് വരുമ്പോ. എനിക്ക് എന്നെ എന്തിനാണ് ഇവിടെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവരെ 3:30 കാണിച്ചു തരാൻ വേണ്ടി എന്താണോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തിയായിരിക്കാം. ഞാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തിയത് എന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തായിരുന്നു. പക്ഷേ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹമെന്ന് തെളിയിച്ചതാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയാണ്. സ്വന്തം കുറ്റം ആരോപിക്കപ്പെട്ട സമയത്ത് ആ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ആ മനുഷ്യൻ അതിന്റെ ഒരു പേജ് കീഴ്കളഞ്ഞാൽ മതി, തീർന്നു ആ പരിപാടി. പക്ഷെ ആ മനുഷ്യൻ ആ പേജ് തുറന്നു വെച്ചു. കാരണം അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണ്. അതാണ് എനിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹം, ആദരം. അങ്ങനെയായിരിക്കണം. 58 വെട്ടിക്കൊല്ലുന്നല്ല രാഷ്ട്രീയം. അല്ല രാഷ്ട്രീയക്കാരുണ്ടത് കേൾക്കണം. എന്താണ് പേടിക്കാതിരിക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് വേദന അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ മക്കൾ. ഞാനും ഇത്തരം ആരോപണങ്ങളിൽപ്പെട്ടുപോയ ഒരു മനുഷ്യന്, എന്ത് നിഷ്കളങ്കമായി ജീവിച്ചൊരു മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹം സത്യസന്ധമായി അന്വേഷിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ആ പേരങ്ങ് കീഴ്ക്കളായി ചെയ്തില്ല. അവിടെയാണ് അയാളുടെ സത്യസന്ധത. ആ സത്യസന്ധതയാണ് ഞാൻ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്ന അമ്മ. പ്രിയപ്പെട്ട അനൻസിന് നന്ദി. അമ്മയ്ക്കൊരു വാക്ക് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കുട്ടനാട്ടുകാരിയാണ്. കൂട്ടി ഓട്ടത്തിന് നിങ്ങൾ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. നമുക്കൊരു വാമ അപ്പ് വേണ്ട, വാമപ്പ്. അത് നമുക്കൊരു കുട്ടനാട് സ്റ്റൈലിലായാലോ? ആർക്കോ ഇല്ല പറയാമോ? എന്നാ പറയാം, എവിടെ അറിയും? ആർക്കോ ഡ്രഗ്സിനെതിരെയും അതുപോലെ തന്നെ മികച്ച രീതിയിൽ ഈ നാടിനെ എല്ലാ കാലം അഴിമതിയിൽ നിന്ന് മുക്തനാക്കുവാൻ ശ്രമിച്ച വിശ്വനാഥ് സാറ് നാടിനെ സ്നേഹിച്ച, അതുപോലെ തന്നെ അപ്പയെ സ്നേഹിക്കുന്ന. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഒരു വാക്ക് പറയേണ്ടി വന്നുള്ളൂ. അദ്ദേഹം ദൂരത്തുനിന്ന് വന്ന് നമ്മളോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തെ ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാനും ഒരു സന്ദേശം നൽകുവാൻ ബഹുമാന്യരെ, 2 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ സമയമുള്ളൂ. നമ്മുടെ സമൂഹത്തിനും മുമ്പിൽ ലഹരി വസ്തുക്കളുടെ ശല്യം ഏറ്റവും വലിയ രീതിയിൽ നിൽക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 8 വയസ്സ് മുതൽ 15 വയസ്സിന് അടുക്കലുള്ള 70% കുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഇനിയും ഇത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ 5
സംഘടനകളുണ്ട്. അവരെല്ലാം വിചാരിച്ചാൽ മാത്രമേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. 1 പാരന്റ്സ്, 2 സ്കൂളുകൾ, 3 സർക്കാർ, 4 എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റും, 5 NGO, അതായത് സർക്കാരിന്റെ പുറത്ത് ഇന്ന് നടത്താൻ പോകുന്ന പരിപാടി പോലെ ഈ നമ്മുടെ സംഘടനകൾ വിചാരിച്ചാൽ മാത്രമേ ഈ ശല്യം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു പഞ്ചായത്ത് ലെവലില് ഇതുപോലുള്ള ഒരു ഫംഗ്ഷൻ ലഹരിക്കെതിരായിട്ട് നടത്താൻ നമ്മൾ ശ്രമിക്കുന്നു. അത് നല്ല കാര്യമാണ്. അവസാനത്ത് പുതുപ്പള്ളിയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ എനിക്ക് വന്നു. ഒറ്റ കാര്യം, ട്രാൻസ്പോർട്ട് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ സാധിച്ചത് ഞാൻ പല രീതികളിലും ഒരു 37 വർഷത്തിൽ ജോലി ചെയ്തായിരുന്നു. പക്ഷെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. ഒരുപാട് റിസൾട്ട്സും ഞങ്ങൾ ഉണ്ടാക്കി തന്നത്. ആ ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്നെ ആക്കിയത് വേറെ ആരുമില്ല, ഉമ്മൻചാണ്ടി സാറായിരുന്നു. ആ കാര്യം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ജയ് ഹിന്ദ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് പതുക്കെ ഫ്ലാഗ് ഓഫ് നമ്മുടെ ആ ലൈനപ്പിലോട്ട് ചെല്ലണം. അവിടെയാണ് ഫ്ലാഗ് ഓഫ് നടക്കുന്നത്. എല്ലാവരും ഈ ബാനറിന്റെ പിന്നിലായിട്ട് അണിനിരക്കണം. വരിയായിട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാമെന്ന് അഭ്യർത്ഥിക്കണം. എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അങ്ങോട്ട് ഈ നാട്ടിലെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിനായി ബഹുമാനായിട്ടുള്ള ഈ വാഹനം വന്ന ഫ്രണ്ടിലേക്ക് കയറ്റി വരണം. മിനി മാരത്തോൺ ലഹരിക്കെതിരായിട്ടുള്ള മിനി മാരത്തോൺ ആരംഭിക്കുകയാണ്. ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി സാമൂഹിക സാംസ്കാരിക നായകന്മാർ അണിനിരക്കുന്ന ദേശസ്നേഹികൾ പങ്കാളികളാകുന്ന മിനി മാരത്തോൺ ആരംഭിക്കുകയാണ്. ലഹരിക്കെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന